നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റൂമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിൽ ചൂട് കുറക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട ആദ്യത്തെ ടിപ്പാണ് ഇതുപോലത്തെ സൺ ഫിലിംസുകൾ ഒട്ടിക്കുക എന്നുള്ളത്. നമ്മുടെ ഗ്ലാസ് മിക്കവാറും പ്ലെയിൻ ആയിട്ടായിരിക്കും. ഇങ്ങനത്തെ പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ സൺ ഫിലിംസ് ഒട്ടിച്ചു കൊടുത്താൽ നമുക്ക് ചൂട് ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. സൺ ഫിലിംസ് ഇല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിലുള്ള കറുത്ത നെറ്റുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നമ്മൾ ഈ ജനൽ കർട്ടനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ ലൈറ്റ് അധികം ഉള്ളിലേക്ക് കടത്തി വിടാത്ത ജനൽ കർട്ടനുകളൊക്കെ ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ ജനൽ കർട്ടനൊക്കെ അധികം ഹീറ്റൊന്നും അബ്സോർബ് ചെയ്യാത്ത രീതിയിലുള്ള ക്ലോത്തുകളും മെറ്റീരിയൽസൊക്കെ അതുപോലത്തെ ലൈറ്റ് കളറിലെ മെറ്റീരിയൽസ് ജനൽ കർട്ടനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അടുത്തെന്ന് പറയുന്നത് ഇതുപോലത്തെ വള്ളിച്ചെടികളൊക്കെ നമ്മുടെ വീടിന് ചുറ്റായിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഓടിന് മുകളിലായിട്ടൊക്കെ പടർത്തുക എന്നുള്ളതാണ്. ഇത് കുറച്ച് റിസ്ക്കിയാണ്, കാരണം പാമ്പ് ഇഴജന്തുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അതുപോലെ ചൂട് ഏറ്റവും കുറക്കുന്ന ഒരു മരമാണ് മാംഗോ ട്രീ എന്ന് പറയുന്നത്. മാംഗോ ട്രീയും അതുപോലെ നമ്മുടെ വേപ്പിൻ്റെ ട്രീ ഒക്കെ വെച്ചാൽ ചൂട് വളരെയധികം കുറക്കാൻ സാധിക്കും. അപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു മാംഗോ ട്രീയും അതുപോലെ വേപ്പിൻ്റെ ഒരു മരമൊക്കെ ഉണ്ടെങ്കിൽ ചൂട് ഒരുവിധം നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മരം വെക്കുമ്പോൾ വീടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഈ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മരങ്ങൾ വെച്ചാൽ നമുക്ക് ചൂട് നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. അടുത്തൊരു കിടില ട്രിക്കാണ് നമ്മുടെ റൂഫ് സ്ലാബില്ലേ, അതിലൊക്കെ ഇതുപോലെ തെർമോക്കോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുക എന്നുള്ളത്. അങ്ങനെ തെർമോക്കോൾ നമുക്കറിയാം ഹീറ്റ് കടത്തി വിടില്ല. അപ്പോൾ ഈ തെർമോക്കോൾ നമ്മുടെ റൂഫിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഹീറ്റ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്ത് നമുക്ക് കുറക്കാൻ പറ്റും. ഇനി അടുത്ത് പറയുന്നത് ആസ്പെറ്റോസ് ഷീറ്റുകളാണ്. ഈ സിമെൻറ്റിൻ്റെയൊക്കെ ആസ്പെറ്റോസ് ഷീറ്റുകൾ ഉണ്ടല്ലോ, അതുപോലെ GI ഷീറ്റുകൾ, അലുമിനിയത്തിൻ്റെയൊക്കെ ഷീറ്റുകളുണ്ടല്ലോ, ഇങ്ങനത്തെ ഷീറ്റുകളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനത്തെ ഷീറ്റുകളൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് ചൂട് വരും. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റുകൾ നമ്മൾ ഒഴിവാക്കിയിട്ട് ഓടോ അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് സ്ലാബ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ വീട്ടിൽ. ചൂട് കുറക്കാനുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഫാനുകളാണ്. നമ്മുടെ റൂമിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഭാഗങ്ങൾ നമ്മൾ എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ട് അത് ഓണാക്കി കൊടുത്താൽ ഒരുവിധം ഹീറ്റ് എയറൊക്കെ അതിൽ നിന്ന് ഒഴിവായി പോകും, നമ്മുടെ റൂമിൽ നിന്ന് ഒഴിവായി പോകും. ഇനി നല്ല സഹിക്കാൻ പറ്റാത്ത ചൂടൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു താൽക്കാലിക ഒരു പെട്ടെന്നുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടേബിൾ ഫാനൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിലായിട്ട് തണുത്ത വെള്ളമോ ഐസൊക്കെ വെച്ചാൽ അത് അതിൻ്റെ ഒരു തണുത്ത കാറ്റ് നമുക്ക് കിട്ടിയിട്ട് അത് നല്ലൊരു മെത്തേഡാണ് ചൂട് പെട്ടെന്ന് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ സീലിംഗ് ഫാനിനെക്കാട്ടിൽ നല്ല തണുപ്പ് കിട്ടുന്നത് ടേബിൾ ഫാനാണ്. അപ്പോൾ ടേബിൾ ഫാൻ ഉപയോഗിക്കുക, സീലിംഗ് ഫാനിനെക്കാട്ടിൽ നല്ല നമ്മൾ ടേബിൾ ഫാൻ ഉപയോഗിക്കുക. കാരണം ഈ ഹോട്ട് എയർ മിക്കവാറും നമ്മുടെ സ്ലാബിൻ്റെ മുകളിലായിരിക്കും, നമ്മുടെ റൂമിൻ്റെ മുകളിലായിരിക്കും ഈ ഹോട്ട് എയർ ഉണ്ടാവുക. അപ്പോൾ ഈ സീലിംഗ് ഫാനിന് മിക്കവാറും ഹോട്ട് എയർ ആയിരിക്കും നമ്മൾ ഇടുമ്പോൾ ആദ്യമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ടേബിൾ ഫാൻ ഇട്ടാൽ നമുക്ക് ആദ്യം തന്നെ തണുത്ത കാറ്റ് കിട്ടും. സീലിംഗ് ഫാനാണെങ്കിൽ മുകളിലെ ഹോട്ട് എയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തെന്ന് പറയുന്നത് ഈ സീലിങ്ങിൽ നമ്മൾ ഫാൾ സീലിംഗ് ഉപയോഗിക്കുക. ഫാൾ സീലിംഗ് എന്ന് പറയുന്നത് ഹീറ്റ് അധികം കടത്തിവിടാത്ത ഫാൾ സീലിംഗ് ജിപ്സം ബോർഡുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഹീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ മുകൾ ഭാഗത്തുള്ള ഹീറ്റ് ആ ഫാൾ സീലിങ്ങിൻ്റെ മുകളിൽ ട്രാപ്പായി കിടക്കും. അപ്പോൾ നമുക്ക് തണുത്ത കാറ്റ് മാത്രമേ ഫാൾ സീലിങ്ങിൻ്റെ താഴെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാത്ത കെമിക്കൽസും അതുപോലെ പ്രൊട്ടക്ഷൻ ലെയറുകളൊക്കെ അവൈലബിൾ ആണ്. അത് റൂഫിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് ഹീറ്റ് കുറക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഇതുപോലത്തെ കെമിക്കൽസ്, ഹീറ്റ് അധികം അബ്സോർവ് ചെയ്യാത്ത കെമിക്കൽസ്. പിന്നെ വീടിന് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ അധികം ഹീറ്റൊന്നും അബ്സോർബ് ചെയ്യാത്ത ലൈറ്റ് കളറിലെ പെയിൻറ്റ് അടിക്കുക. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ഡാർക്ക് കളറിലെ പെയിൻറ്റ് അടിക്കാതിരിക്കുക. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനങ്ങളാകട്ടെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളാകട്ടെ, ഇതൊന്നും അധികം ഹീറ്റ് അബ്സോർബ് ചെയ്യാത്ത നിറത്തിലുള്ളതോ അതുപോലത്തെ മെറ്റീരിയൽസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുക. അതുപോലെ നമ്മുടെ ചവിട്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കയറിൻ്റെ ചവിട്ടി ഉപയോഗിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അധികം ഹീറ്റ് ഉപയോഗിക്കാത്ത മെറ്റീരിയൽസും അധികം ഹീറ്റ് അബ്സോർബ് ചെയ്യാത്ത മെറ്റീരിയൽസും ഒക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുക. അതുപോലെ വീടിൻ്റെ വെൻറ്റിലേഷനൊക്കെ നന്നായിട്ട് കൂട്ടുക, കൂടുതൽ ജനലുകളൊക്കെ വെക്കുക. അതൊക്കെ നമ്മൾ വീട് പണിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ ജനലുകൾ വെക്കുക, അതുപോലെ വെൻറ്റിലേഷന് അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഈ കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് നമ്മൾ ഈ വെൻറ്റിലേഷനും അതുപോലെ ജനലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ ജനലുകളൊക്കെ നമുക്ക് രാത്രി ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ നല്ല തണുത്തുള്ള കാറ്റ് അകത്തേക്ക് വരും. പിന്നെ നല്ല ചൂടുള്ള സമയത്ത് അടച്ചു വെക്കണം. അതുപോലെ ജനൽ കർട്ടനൊക്കെ ഇട്ട് വെക്കണം, അധികം ചൂടൊന്നും കടക്കാത്ത രീതിയിൽ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ജനലിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ സൺഷെയ്ഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക.
ഇതുപോലത്തെ ഹാങ്ങിങ്സും സൺഷെയ്ഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹീറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ വീട്ടുമുറ്റത്ത് ചെറിയൊരു പോണ്ട്, കുറച്ച് ചെടികൾ, മരങ്ങൾ, ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും നല്ലൊരു രീതിയിൽ നമുക്ക് ചൂട് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ചൂടിന് യാതൊരു കുറവില്ലെങ്കിൽ പിന്നെ നമ്മൾ എ സി തന്നെ വെക്കേണ്ടി വരും. എ സി വെച്ചാൽ ചൂട് കുറയുന്നുള്ള കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് ഫലവത്തായിട്ടില്ലെങ്കിൽ നമുക്ക് എ സി മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ്, ലൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അധികം ഹീറ്റൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ബൾബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഇലക്ട്രിക് മെഷീൻസ്, എന്ത് കാര്യങ്ങളാണെങ്കിലും അധികം ഹീറ്റൊന്നും ഉപയോഗിക്കാത്ത, അധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചൂട് കുറക്കാൻ അടുത്തൊരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ, അത് മാക്സിമം ഈ ഭയങ്കര ഹീറ്റുള്ള ടൈമിൽ ചെയ്യാണ്ടൊക്കെ. അതായത് ഒരു 11 മണി മുതൽ ഒരു 3 മണിയൊക്കെ ആയിരിക്കും ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള ടൈമിൽ. ആ ടൈമിലൊന്നും കുക്ക് ചെയ്യാണ്ട് കുക്കിങ്ങൊക്കെ മാക്സിമം ഒന്നെങ്കിൽ രാത്രിയാക്കുക, അല്ലെങ്കിൽ പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പൊക്കെ ആക്കി. പിന്നെ ഒരു സീലിംഗ് ഫാനിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിലൊരു കാര്യം വിട്ടുപോയി. നമ്മൾ ഈ സീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സീലിംഗ് ഉണ്ടല്ലോ, കോൺക്രീറ്റ് സ്ലാബും അതുപോലെ ഈ ഫാനിൻ്റെ ലീഫും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. എന്നാലേ നല്ല ഫ്രഷ് എയർ നമുക്ക് ഫാന് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചിലർ എന്ത് ചെയ്യും, ഈ സീലിംഗ് ഫാനിൻ്റെ ലീഫും അതുപോലെ ഈ കോൺക്രീറ്റ് നമ്മുടെ സ്ലാബ് ഉണ്ടല്ലോ അധികം ഡിസ്റ്റൻസ് ഇല്ലാതെ അടുപ്പിച്ച് വെക്കും. ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് കാറ്റ് കുറവായിരിക്കും, ഉള്ള കാറ്റ് തന്നെ ആ മുകളിലുള്ള ചൂട് കാറ്റായിരിക്കും ഈ ഫാന് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സീലിംഗ് ഫാനിൻ്റെ ലീഫും അതുപോലെ നമ്മുടെ ഈ കോൺക്രീറ്റ് സ്ലാബും തമ്മിൽ അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ദുബായിലൊക്കെ പോയപ്പോൾ കണ്ട ഒരു സോളിഡ് ബ്രിക്സ് ആണ് ഇത്. സെൻട്രൽ തെർമോക്കോൾ, അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ സോളിഡ് ബ്രിക്സ്. ഇങ്ങനത്തെ ഒരു സോളിഡ് ബ്രിക്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ ചൂട് 100% നമുക്ക് കുറക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്നുള്ള കാര്യം എനിക്കറിയില്ല. ദുബായിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ബ്രിക്സ് നാട്ടിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നാട്ടിൽ വരാൻ പോകുന്നത് നല്ല കിടിലൻ ചൂടൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല റിസൾട്ട് ഉണ്ടാകും. ചൂട് ഒരുപാട് കുറഞ്ഞ് കിട്ടും. ഒരു രക്ഷയില്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് എ സി ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് താഴെ കൊടുക്കുക, ഞാൻ റിപ്ലൈ തരാം. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.